ഹായ് എസ്എൽ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് പുരുഷന്മാർ പൊതുവെ ആരോടും പറയാതെ സൂക്ഷിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇത് കൂടുതൽ സ്ത്രീകൾക്കാണ് യൂസ്ഫുൾ ആയിരിക്കുക. അതായത് നിങ്ങൾ മനസ്സിലാക്കുക, പുരുഷന്മാർ പല കാര്യങ്ങളും നമ്മളോട് പറയാറില്ല, പക്ഷെ നമ്മൾ പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും, എങ്കിൽ പോലും അവരത് പറയില്ല എന്നുള്ളതാണ്. സോ എന്തൊക്കെയായിരിക്കും ആ കാര്യങ്ങളെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണാം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, പുരുഷന്മാർ ഒരിക്കലും സ്ത്രീകളോട് എനിക്ക് ധൈര്യമില്ല അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യം പേടിയാണ് എന്നുള്ളത് പറയില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ചിലർക്കൊക്കെ ഉണ്ട് പല്ലി, പാറ്റ അങ്ങനെയുള്ള സാധനങ്ങൾ പേടിയുള്ളവരുണ്ട്. മറ്റു ചിലർക്ക് വേറെ വലിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും പേടി ഉണ്ടാവുക. പക്ഷെ അവർക്ക് എന്താണ് പേടിയുള്ളത് അല്ലെങ്കിൽ എന്താണ് അവർക്ക് ധൈര്യമില്ലാതിരിക്കുന്ന സമയങ്ങൾ, സിറ്റുവേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതൊന്നും അവർ പറയില്ല എന്നുള്ളതാണ്. അങ്ങനെ അവർ സ്നേഹിക്കുന്ന സ്ത്രീകളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും വിചാരിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു ഇമേജ് ഉണ്ടാവുമല്ലോ, ഇങ്ങനെയാണ് ആള് എന്നുള്ളത് കുറച്ചൊന്നും താഴ്ന്നു പോവോ, ഇങ്ങനെയൊക്കെയുള്ള പേടി അവർക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. പൊതുവെ പുരുഷന്മാർ അവരുടെ ധൈര്യമില്ലായ്മ അല്ലെങ്കിൽ അവർക്ക് പേടിയുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് ആരോടും തന്നെ പറയാറില്ല. എസ്പെഷ്യലി അവർ സ്നേഹിക്കുന്ന പെൺകുട്ടികളോട് പറയാറില്ല എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, താൻ മുമ്പ് ഒരു സ്ത്രീയാൽ ചതിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും ഇവർ പറയാറില്ല. അതായത് മുന്നേ ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു, അവൾ എന്നെ ചതിച്ചു, വഞ്ചിച്ചിട്ട് പോയി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ പറയില്ല എന്നുള്ളതാണ്. ഇത് നമ്മൾ ജസ്റ്റ് നമ്മുടെ റിലേഷൻഷിപ്പിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും. അവർ മുന്നേ റിലേഷൻഷിപ്പിലായിരിക്കാം, പക്ഷേ ഒട്ടുമിക്ക ആളുകളും റിലേഷൻഷിപ്പിൽ അവളാണ് എന്നെ വഞ്ചിച്ചിട്ട് പോയത് എന്നുള്ളത് പറയില്ല എന്നുള്ളതാണ്. ഒന്നില്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ക്യാരക്ടർ ഇങ്ങനെയായിരുന്നു, മോശമായിരുന്നു, അതുകൊണ്ട് നിർത്തി, ഇങ്ങനെയുള്ള രീതിയിലായിരിക്കും പറയുന്നുണ്ടാവുക. വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് ആ പെൺകുട്ടി എന്നെ ചതിച്ചിട്ട് പോയതാണ് എന്നുള്ളത് പറയുന്നുണ്ടായിരിക്കുള്ളൂ. അങ്ങനെ ആ ഒരു കാര്യം പറയാൻ, അതായത് മുന്നേ തന്നെ ഒരു സ്ത്രീ ചതിച്ചിട്ടുണ്ട്, വഞ്ചിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പുരുഷന്മാർ ഇപ്പൊ സ്നേഹിക്കുന്ന സ്ത്രീകളോട് പറയാനായിട്ട് ആഗ്രഹിക്കാത്ത കാര്യമാണ്. അവർ പൊതുവെ അത് പറയാറില്ല. ഈ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, അവരുടെ ഭാര്യയെ അല്ലെങ്കിൽ അവരുടെ കാമുകിയെ കുറിച്ച് മറ്റാരെങ്കിലും നല്ല കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും ഇവരത് അവരോട് വന്ന് പറയാറില്ല എന്നുള്ളതാണ്. ഇത് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും. നമ്മളുടെ ഭർത്താവ് അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ നമ്മളെ കുറിച്ച് നല്ല കാര്യങ്ങളൊന്നും നമ്മളോട് പറയണ്ടാവില്ല. അല്ലെങ്കിൽ നിന്നെക്കുറിച്ച് എന്നോട് അവൻ അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ഇവരെന്നോട് നിന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പൊ നല്ല രീതിയിൽ പുകഴ്ത്തി പറഞ്ഞു, ഇങ്ങനെയൊന്നും അവർ പറയില്ല എന്നുള്ളതാണ്. അത് പൊതുവെ അങ്ങനെ തന്നെയാണ്, അവരൊരിക്കലും പറയുണ്ടാവില്ല. പക്ഷേ മറ്റുള്ള വ്യക്തികൾ ഇപ്പം നമ്മളെക്കുറിച്ച് ഇവരോട് നല്ലത് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെക്കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ ഭാര്യയെക്കുറിച്ച് വേറൊരാൾ നല്ലത് പറഞ്ഞു എന്ന് പറയുമ്പോൾ അവർക്കത് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്, നമ്മളോട് സ്നേഹം കൂട്ടുന്ന കാര്യമാണ്. പക്ഷേ ഇവരതൊരിക്കലും നമ്മളോട് ഡയറക്റ്റ് ആയിട്ട് പറയില്ല എന്നുള്ളതാണ്. അതായത് നിന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് പൊതുവെ ഇവർ പറയാത്ത ഒരു കാര്യമാണ്. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, അവർക്ക് നമ്മളെ എത്രത്തോളം ഇഷ്ടമുണ്ട് എന്നുള്ളത് അവർ പറയില്ല, പക്ഷെ അവർ പ്രകടിപ്പിക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും, കുറച്ച് ആളുകൾ പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ആളുകളുണ്ട് കേട്ടോ. ഇപ്പൊ മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും എനിക്ക് ഇതിന് ഒരുപാട് ഇഷ്ടമാണെന്ന് മെസ്സേജിലൂടെ പറയുന്ന, ഡയറക്റ്റ് ആയിട്ട് പറയുന്ന ആളുകളുണ്ട്. പക്ഷെ മിക്കവരും അത് പറയാൻ അറിയാത്ത ആളുകളാണ്. അത് പറയണമെന്ന് ഇവർക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ടോ നമ്മളത് മനസ്സിലാക്കണമെന്ന് ആഗ്രഹമില്ലാത്തതുകൊണ്ടൊന്നും അല്ല, പക്ഷെ അവർക്കത് പറയാൻ കഴിയില്ല, അറിയില്ല എന്നുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ള സത്യം. അങ്ങനെ പറയാനായിട്ട് അവർക്ക് കഴിയാറില്ല പൊതുവെ, പക്ഷെ അവർ പ്രകടിപ്പിക്കാറുണ്ട്. അപ്പൊ ഏതൊക്കെ സിറ്റുവേഷനിലാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാവുക, നമ്മൾ വളരെയധികം ക്ഷീണിതയായിരിക്കുന്ന ആ ഒരു ടൈമിലൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഇവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഇനിയിപ്പോൾ അടുത്തില്ലെങ്കിൽ തന്നെ അവരുടെ ഒരു മെന്റൽ സപ്പോർട്ട് നമ്മളുമായിട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളെ മെസ്സേജ് ചെയ്തിട്ടോ വിളിച്ചിട്ടോ ഒക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടാവും, നല്ല രീതിയിൽ നമ്മളെ കെയർ ചെയ്യുന്നുണ്ടാവും എന്നുള്ളതാണ്. നമ്മൾ പുറത്ത് പോവുകയാണെങ്കിലും എപ്പോഴും ആ ഒരു കെയറിങ് നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കാൻ അവർക്ക് അറിയുള്ളൂ. അല്ലാതെ വാക്കുകൾ കൊണ്ട് പറയാനായിട്ട് ഒട്ടുമിക്ക ആളുകൾക്കും അറിയില്ല. ജെന്യൂൻ ആയിട്ടുള്ള പലർക്കും അതിന് കഴിയാറില്ല എന്നുള്ളതാണ്. സോ അവരങ്ങനെ വാക്കുകൾ കൊണ്ട് പറയുന്നില്ല എന്ന് കരുതിയിട്ട് അവർക്ക് നമ്മളോട് സ്നേഹമില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. പൊതുവെ പുരുഷന്മാർ അങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റുമായി കണക്റ്റഡ് ആണ്. അവർ മാനസികമായിട്ട് ദുർബലരാണ് എന്നുള്ളതും ആരോടും പറയില്ല എന്നുള്ളതാണ്. അതായത് ചില പുരുഷന്മാരുണ്ട്, പുറമേ കാണുമ്പോൾ നമ്മൾ ഭയങ്കര സ്ട്രോങ് ആണെന്ന് വിചാരിക്കുന്നവരാണ്, പക്ഷെ അടുത്ത് കഴിഞ്ഞാൽ അറിയാം അവർ വളരെയധികം ദുർബലരായിട്ടുള്ള ആളുകളാണ്. അതായത് ഇമോഷണലി വളരെ പെട്ടെന്ന് ഡൗൺ ആവുന്ന പുരുഷന്മാരുണ്ട് എന്നുള്ളത്. പെട്ടെന്ന് വിഷമങ്ങൾ വരുന്ന വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പുരുഷന്മാരും ഉണ്ട്, പക്ഷെ ഇവരത് പുറത്ത് കാണിക്കണ്ടാവില്ല എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ സമൂഹത്തിലുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത് പുരുഷന്മാർ സ്ട്രോങ് ആണ്, ബോൾഡ് ആണ്, പെട്ടെന്ന് കരയാത്ത ആളുകളാണ്, സെൻസിറ്റീവ് അല്ലാത്ത ആളുകളാണെന്നൊക്കെയാണ്. സോ ഇനിയിപ്പോൾ താൻ വളരെ സെൻസിറ്റീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഈ പറയുന്ന ആ ഒരു രീതിയിലല്ല താൻ സ്നേഹിക്കുന്ന പുരുഷൻ എന്നൊരു തോന്നൽ വരുമോ, പിന്നെ അത് ഇഷ്ടക്കുറവായി വരുമോ, ഇങ്ങനെയൊക്കെയുള്ള തോന്നലുകൾ ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ പുരുഷന്മാർ പൊതുവെ തനിക്ക് ധൈര്യമില്ല എന്ന് പറയാൻ ആഗ്രഹിക്കാത്ത ആളുകളാണ്, തന്റെ ദുർബലത പുറത്ത് കാണിക്കാത്ത ആളുകളാണ്. എത്രത്തോളം പേടിയുണ്ടെങ്കിലും വിഷമമുണ്ടെങ്കിലും പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കുന്ന ആളുകളാണ് ഇവർ. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവരുടെ ദുർബലതകൾ എന്താണെന്നുള്ളത് ഇവർ പുറത്ത് കാണിക്കാറില്ല. ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഇവരെടുക്കുന്ന കഷ്ടപ്പാട് അല്ലെങ്കിൽ ഇവരുടെ അധ്വാനം എത്രത്തോളം ഉണ്ട്
എന്നുള്ളതും ഇവർ ആരോടും പറയില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഇവരുടെ കുടുംബത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകളാണ്. പുരുഷന്മാർ പൊതുവെ അങ്ങനെയാണ്, കുടുംബത്തിന് വേണ്ടിയിട്ടാവും ഇവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവുക, അത്രയും അധികം കഷ്ടപ്പെടുന്നുണ്ടാവുക. പക്ഷെ ഇവരൊന്നും വീട്ടിൽ വന്നിട്ട് പറയാറില്ല ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇന്ന് വന്നത്, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും ജോലി ഇന്ന് ഉണ്ടായിരുന്നു എന്നുള്ളത് ഒട്ടുമിക്കവരും പറയാറില്ല എന്നുള്ളതാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പുരുഷന്മാർ നോർമലി അങ്ങനെയാണ്. അതായത് തനിക്ക് എത്രത്തോളം ക്ഷീണമുണ്ട് അല്ലെങ്കിൽ താൻ എത്രത്തോളം അധ്വാനിക്കുന്നുണ്ട് ഈ കുടുംബത്തിന് വേണ്ടി എന്നുള്ളത് തുറന്നു കാണിക്കാത്ത ആളുകളാണെന്നുള്ളതാണ്. അത് നമ്മൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കണമെന്നാണ് അവർ പൊതുവെ ആഗ്രഹിക്കുന്നുണ്ടാവുക. ഈ പറയുന്ന പോലെ കുടുംബത്തെ നോക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ്, ഇവർ ചെയ്യേണ്ട ജോലിയാണെന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഒട്ടുമിക്ക പുരുഷന്മാരും. അതുകൊണ്ടാണ് അവരുടെ അധ്വാനത്തിന്റെ കണക്കുകൾ അവർ നിരത്താതിരിക്കുന്നുണ്ടാവുക. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. കുറച്ചു പേരൊക്കെ താൻ ജോലി ചെയ്യുന്നതും കഷ്ടപ്പെടുന്നതും വീട്ടുകാർ അറിയണമെന്ന് വിചാരിക്കുന്നവരുണ്ട്. അവർ ഈ പറയുന്ന പോലെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ എനിക്ക് അത്ര പണി ഉണ്ടായിരുന്നു, എനിക്ക് ഇത്ര ജോലി ഉണ്ടായിരുന്നു ഒക്കെ പറയുന്നവരുണ്ടായിരിക്കാം. പക്ഷെ ഒട്ടുമിക്കവരും അങ്ങനെയല്ല എന്നുള്ളതാണ് പറയുന്നത്. ചിലപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ ഓരോ പോയിന്റ്സ് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, അല്ലല്ലോ ഞാൻ സ്നേഹിക്കുന്ന ആൾ ഇങ്ങനെ അല്ലെങ്കിൽ എന്റെ ഭർത്താവ് ഇങ്ങനെയല്ല എന്ന് വിചാരിക്കുന്നവരുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാ ആളുകളും ഒരേപോലെ ആകണം എന്നില്ല. എങ്കിലും ഒട്ടുമിക്ക ആളുകളും എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ വീഡിയോയിൽ പറയുന്നത് എന്ന് കരുതി അതിൽ പെടാത്ത കുറച്ച് ആളുകൾ ഉണ്ടായിരിക്കാം. അതായത് ഈ പറഞ്ഞ ക്യാരക്ടർ അങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് നമ്മൾ പറയുന്നില്ല. ഇതിൽ നിന്ന് മാറ്റമുള്ള ആളുകളും ഉണ്ടായിരിക്കും. എങ്കിലും കൂടുതൽ ആളുകളും ഇങ്ങനെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ പൊതുവെ പുരുഷന്മാർ പുറത്ത് പറയാത്ത കാര്യങ്ങളാണ്. അപ്പൊ ഇത് മാത്രമാണോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഇത് മാത്രമല്ല, ഇതിൽ കൂടുതൽ കാര്യങ്ങളുണ്ട്. പക്ഷേ പൊതുവെ അവർ ഇതാണ് പറയാത്തത് എന്നുള്ളതാണ്. സോ ഞാൻ വീണ്ടും പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കുക, അവരവരുടെ സ്നേഹം കാണിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ ക്ഷീണം പുറത്ത് കാണിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടോ അതില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അവരെ നിങ്ങൾ മനസ്സിലാക്കി കൂടെ നിൽക്കുമ്പോഴാണ് ഓരോ പുരുഷന്മാരും ബലവാന്മാരാകുന്നത്. അതായത് തൻ്റെ കൂടെ താൻ സ്നേഹിക്കുന്ന പെൺകുട്ടി ഉണ്ട് അല്ലെങ്കിൽ തൻ്റെ ഭാര്യ ഉണ്ടെന്ന് തിരിച്ചറിയുമ്പോഴാണ് ഒരു ഭർത്താവിന് ഏറ്റവും കൂടുതൽ ധൈര്യം വരിക എന്നുള്ളതാണ്. ജീവിക്കണമെന്ന് തോന്നൽ വരുന്നതും അങ്ങനെയാണ്. സോ നിങ്ങൾ എപ്പോഴും അവരുടെ ഒരു ബാക്ക് ബോൺ ആയിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്യുക. അവരെ നിങ്ങൾ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നു അതിന്റെ ഇരട്ടിയായിട്ട് അവർ നിങ്ങൾക്ക് ഹാപ്പിനെസ് തരും എന്നുള്ളതാണ്. സോ എപ്പോഴും അവരുടെ കൂടെ തന്നെ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ടായിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. വീഡിയോയിൽ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്